ഹായ്, എല്ലാവർക്കും നമസ്കാരം. അദ്വൈത എന്നൊരു പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ ബ്രേക്കപ്പിനെ കുറിച്ചിട്ടാണ്. അതിനുണ്ടായ ആ ബ്രേക്കപ്പ് ഉണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടും ആ കുട്ടിയുടെ കാമുകൻ്റെ സ്വഭാവത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു ഓഡിയോ ക്ലിപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് വെച്ചിട്ടാണ് അധികം പേരും വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ കാണുന്ന സമയത്ത് സ്വാഭാവികമായി രണ്ടുപേരും ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിലും. നമുക്കറിയാം, പരസ്പരം ബ്രേക്കപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്ത പല തരത്തിലുള്ള പച്ച തെറികൾ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ മാത്രമേ അതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് 2 ദിവസത്തിന് മുമ്പ് സീക്രട്ട് ഏജന്റ് ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ പെൺകുട്ടിയായിട്ട് ആ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ടാണ് വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്, ഈ പെൺകുട്ടിയുടെ പെർമിഷനോട് കൂടിയിട്ട്. അതിന് ഈ കുട്ടി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു റിയൽ പിക്ചർ മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്ന് പറഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ പരാതിയിൽ ഒരു ആക്ഷൻ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വരും. കാരണം ഇവർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ, ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടത് വെച്ചിട്ടാണെങ്കിൽ ഈ പയ്യന് റിയൽ സൈക്കോപാത്താണ്, അല്ലെങ്കിൽ ഇവൻ എന്തോ ലഹരി മരുന്നിന് അടിമയാണ്. അപ്പം അങ്ങനെയുള്ളവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ഈ കുട്ടിയെ കൊല്ലാനും മടിക്കില്ല. എന്തെങ്കിലും ആസിഡ് ഒഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും അക്രമത്തിന് പോലും മുതിരാൻ സാധ്യതയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ പരാതിയിൽ ഒരു നടപടി സ്വീകരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം. ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടും. ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അതിനെതിരെ ആക്ഷൻ എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ പ്രേമം തകർന്നതിൻ്റെ പേരിൽ ഒരു ഇര കൂടി ഉണ്ടാക്കപ്പെടാതിരിക്കുകയാണ് നല്ലത്. അതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്നൊരു ആക്ഷൻ എടുക്കണം. കാരണം മുൻകാലങ്ങളിൽ അവരെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ പെൺകുട്ടികളുണ്ടല്ലേ, അതുപോലെ പ്രേമം ഒത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തിയതും വെട്ടി കൊലപ്പെടുത്തിയതും, സ്വന്തം അച്ഛൻ്റെ കട തീയിട്ട് നശിപ്പിച്ച് വീട്ടിൽ കയറി വെട്ടിയതും, അതുപോലെ പെൺകുട്ടികൾ ചെയ്തത് നമുക്കറിയാം. നമ്മുടെ ഗ്രീഷ്മ കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത്. അങ്ങനെ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ ഇപ്പോൾ പരസ്പരം ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു വാശിയോടെ കൊലപ്പെടുത്തുന്ന ഒരു ടെൻഡൻസി നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ കൂടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഇതിനൊരു ആക്ഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് അധികാരികൾ അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം. പോലീസുകാർ അതിനുവേണ്ടി ഒരു ശ്രദ്ധ കൊടുക്കണം ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സംഭവമാണ്. പിന്നീട് ദുഃഖിക്കാനുള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഈ കുട്ടി പറയുന്നുണ്ട് 6 വർഷമായി ഇവരുടെ ബന്ധം. 3 വർഷം വലിയ കുഴപ്പമില്ലാതെ പോയി, സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 3 വർഷത്തിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയത്. മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം വിളിക്കാൻ വൈകിയാൽ, ഫോൺ ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ പറയുന്ന ഭാഷയാണ് ആ ഓഡിയോ ക്ലിപ്പിലുണ്ടായിരുന്നത്. അയാൾ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള തെറിയാണ് ഈ പെൺകുട്ടീനെ വിളിക്കുന്നത്. അച്ഛനെ അമ്മേനെ ഒക്കെ വിളിക്കുന്നത്. അമ്മയൊക്കെ പറയുന്നത് കേട്ടാൽ സഹിക്കില്ല, അങ്ങനത്തെ ഭാഷയാണ് അമ്മയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി അപ്പോൾ ചോദിക്കുന്നത് എന്താ, എന്തിനാലിട്ടു നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് വീട്ടുകാരെ പറയുന്നത് എനിക്ക് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടല്ലേ, അപ്പം ഞാൻ പറയോടി എന്ന് പറയണം. അങ്ങനെയുള്ള ഒരുത്തൻ നീ പോടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ആ പെൺകുട്ടി എന്തുകൊണ്ട് കാണിച്ചില്ല എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. കാരണം സ്വന്തം കാലിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്, ഒരു മോഡലാണ്, പിന്നെ ശബ്ദം കൊടുക്കുന്നൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ സ്വന്തം വീട്ടുകാരെയും അവളെയും തന്നെ തെറി വിളിക്കുകയും അവനവൻ്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നീ പോടാ, നീ എന്നെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുമെന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് ആ കുട്ടി കാണിച്ചില്ല? നമുക്കറിയാം, ഒരു വിവാഹ ജീവിതത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം കുട്ടിയും കുടുംബമൊക്കെ ആയി താമസിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ ആദ്യം വീട്ടമ്മമാർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബമാണ്, ഞാൻ എൻ്റെ കുട്ടികളെ ആലോചിക്കണം, സമൂഹത്തിനെ ആലോചിക്കണം, വീട്ടുകാരെ ആലോചിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് കുറേ അധികം സഹിക്കുന്ന വീട്ടമ്മമാരുണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ അതൊന്നും വേണ്ട. കാരണം വിവാഹം കഴിക്കാത്തൊരു കുട്ടിയാണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ അല്ലെങ്കിൽ വേറൊരു പയ്യനെ എനിക്ക് കിട്ടും, നീ പോടാ എന്ന് പറയാനുള്ള തൻ്റെ ഇടം എന്തുകൊണ്ട് ഈ പെൺകുട്ടി കാണിച്ചില്ല? ഈ പെൺകുട്ടി ഇന്നത്തെ ജനറേഷന് ഒരു അപമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മറ്റുള്ള കുട്ടികൾക്ക് ഈ കുട്ടി ഒരു മാതൃക കാണിച്ചു കൊടുക്കേണ്ടതാണ് അല്ലേ. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ആ സ്പോട്ടിൽ നീ എന്നെ ബ്ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പോടാ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ഉദാഹരണമായി മാറും.
വരുന്നു മറ്റു പെൺകുട്ടികൾ. പക്ഷെ അതിന് പകരം അയാളുടെ കാല് പിടിക്കുകയാണ് ഈ പെൺകുട്ടി ചെയ്യുന്നത്. എന്നെ ബ്ലോക്ക് ചെയ്തോ, ഞാൻ ഇനി നീ വിളിക്കാൻ താമസിച്ച് എന്നെ ബ്ലോക്ക് ചെയ്തോ, ഞാൻ നിന്റെ അനുവാദം ഇല്ലാതെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ നീ എന്നെ ബ്ലോക്ക് ചെയ്തോ, ഇങ്ങനെ പറയാം. ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, ഉറപ്പായിട്ടും ഞാൻ ചെയ്യില്ല. എന്താവശ്യത്തിന് ഇവന് പല തവണയായിട്ട് ഈ കുട്ടിയെ പഞ്ച് ചെയ്ത്, മുഖത്ത് പഞ്ച് ചെയ്തിട്ടുണ്ട്, നെഞ്ചത്ത് ചവിട്ടിയിട്ടുണ്ട്, അടിവയറ്റിൽ ചവിട്ടിയിട്ടുണ്ട്, കയ്യിലും കാലിലും ഒക്കെ അതിനെ ഇടിച്ചതിൻ്റെ ഒക്കെ പാടുകൾ അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കുട്ടി. അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഫോട്ടോ എടുത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ ദേഷ്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തി പിന്നീട് അവൻ ശാന്തനാവുമ്പോൾ അയച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ, നീ ദേഷ്യത്തിൽ എന്നെ ഇങ്ങനെ ചെയ്തത് കണ്ടില്ലേ, എനിക്കിങ്ങനെ ആയി എന്ന് പറയാൻ വേണ്ടി എടുത്തു വെച്ചാൽ. പക്ഷേ ഇപ്പോൾ അതൊക്കെ പ്രയോജനം ചെയ്തു. ഈ കഴിഞ്ഞ മാസം ഒരു ഇൻസിഡൻറ്റ് നടന്നു, അതിൻ്റെ പേരിലാണ് ഇവർ ബ്രേക്കപ്പ് ആയത്. അന്ന് ആ തെറിവിളിയൊക്കെ ചെയ്തിട്ടും ബ്രേക്കപ്പ് ആയിട്ടില്ല. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഈ കുട്ടിയുടെ ഒരു ഫ്രണ്ടിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇദ്ദേഹം അടിക്കുകയുണ്ടായി. അത് പോലീസ് കേസിൽ അവസാനിച്ചു. പോലീസുകാർ ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്ത് പ്രശ്നമായപ്പോൾ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കൂട്ടുകാരും ചേർന്ന് ഇയാളെ ആക്രമിക്കാൻ ചെന്നു എന്നാണ് അയാൾ പോലീസിൽ പരാതി പറഞ്ഞത്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ വിവാഹം മുടക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം പരാതി കൊടുത്തത്. അപ്പോൾ നിവൃത്തിയില്ലാതെ തൻ്റെ വശം തെളിയിക്കേണ്ട ഒരവസ്ഥ ഈ പെൺകുട്ടിക്ക് വരികയാണ്. ഈ പെൺകുട്ടി കൊടുത്ത പരാതിയല്ല ആലോചിക്കണം, ഇവൻ കൊടുത്ത പരാതിയാണ്. അപ്പോൾ ഇവന് വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട്, അത് ഈ പെൺകുട്ടി മുടക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ പോലീസുകാർക്ക് ഈ തെളിവ് മുഴുവൻ കൊണ്ടു കൊടുത്തിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, 3 വർഷമായിട്ട് ഇവൻ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെളിവുകൾ എന്ന് പറഞ്ഞ ഈ വീഡിയോയും ഫോട്ടോയും ഓഡിയോ ക്ലിപ്സും ഒക്കെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ പോലീസുകാർക്ക് കാര്യം മനസ്സിലായി. എങ്ങനെയെങ്കിലും ഇവൻ്റെ കയ്യിൽ രക്ഷപ്പെടുക എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഇവനും എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കണം ആഗ്രഹിച്ച. 3 വർഷം ഇവർ നല്ല രീതിയിൽ കഴിഞ്ഞു പോയപ്പോൾ അവന് ഒരുവിധം ഇവളെ മാക്സിമം മുതലാക്കി എന്ന് വേണം കരുതാം. 3 വർഷം കൂടെ കൊണ്ടുവന്നിരുന്ന് അവൻ്റെ കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന് ഈ പെൺകുട്ടിയെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പം ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവരെ കാസ്റ്റ് ഒന്നല്ല വേറേതായതുകൊണ്ട് തന്നെ അവരെ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ല, അവർ വേറെ വിവാഹം ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് തോന്നിയിട്ടുണ്ടാവും ബെറ്റർ ഓപ്ഷൻ വീട്ടുകാരാലോചിച്ചാൽ കുട്ടി തന്നെ ആയിരിക്കുന്നവൻ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവളെങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ, നാളെ പ്രശ്നം വരികയും ചെയ്യരുത്, ഇവൻ എന്നെ 3 വർഷം കൊണ്ടു നടന്നാൽ അതുകൊണ്ട് കല്യാണം കഴിച്ചേ തീരുള്ളൂ എന്നൊരു പരാതി പോവുക, അല്ലെങ്കിൽ പീഡന പരാതി പോവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരാതി പോയി ഇവൻ്റെ കല്യാണം മുടങ്ങുക ഒക്കെ ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് ഇവൻ ഈ പെൺകുട്ടി സ്വമനസാലെ ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതിയിട്ട് ടോർച്ചർ ചെയ്തായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉപദ്രവിക്കുമ്പോൾ നീ പോടാ എന്ന് പറഞ്ഞ് ഈ കുട്ടി രക്ഷപ്പെട്ട് പോകുമെന്നാണ് ഇവൻ കരുതിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇവർ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ ലഹരി മുക്കുമ്പോഴായിരിക്കും ഇവൻ ഉപദ്രവിക്കുന്നത്. ഈ കുട്ടി പറയുന്നു പബ്ലിക്കാണെന്ന് പോലും നോക്കാതെയാണ് കാറിലായാലും റോഡിലായാലും വെച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടീനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പർപ്പസ്ഫുള്ളി ഈ കുട്ടി ഒഴിഞ്ഞു പോകാൻ വേണ്ടി ചെയ്തത്, അല്ലെങ്കിൽ ലഹരി കയറുമ്പോൾ ചെയ്തത്. ഇതിൽ രണ്ടിൽ ഏതായാലും ഈ കുട്ടി എന്നോ ഇവൻ്റെ കയ്യിൽ നിന്ന് ബൈ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമുക്കൊരു റെസ്പെക്റ്റ് തരാത്തൊരു വ്യക്തിയുടെ കൂടെ ഒരു നിമിഷം പോലും അത് ആരായാലും ചെലവഴിക്കേണ്ട കാര്യമില്ല എന്നാണ്. ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ. അതർ സൈഡിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ബന്ധം അവിടെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ആ പാഠം ഇനിയെങ്കിലും ഈ കുട്ടി പഠിച്ചിരിക്കണം. ഇനിയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ. നമുക്കറിയാം അന്നത്തെ കാലത്ത് ആസിഡ് അറ്റാക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നതിൻ്റെ പേരിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടുകയും അതെടുത്ത് പലരും വീഡിയോ ചെയ്യുകയും, ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒക്കെ വീഡിയോ ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയായാലും ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവൻ്റെ കാതിലും എത്തിയിട്ടുണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവുമല്ലോ. അപ്പം അവൻ്റെ വിവാഹം മുടങ്ങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുക, വീട്ടുകാരെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മാനസികാവസ്ഥയുള്ള ഒരുത്തനാണെങ്കിൽ പക മൂത്തി പെൺകുട്ടിയെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ കുത്തി കൊല്ലാനോ ആസിഡ് ഒഴിക്കാനോ ഒക്കെ മുതിരും. കാരണം അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അവൻ്റെ ആ ഓഡിയോ ക്ലിപ്പിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. ഈ കുട്ടീനെ വിളിച്ച ആ ഓഡിയോ റെക്കോർഡിൽ നമുക്ക് കേൾക്കാം ഈ കുട്ടീനോട് ഏത് രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്, അവൻ്റെ ഭാഷ എന്താണ്, അവൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുത്തൻ ഭയങ്കര ക്രൂവൽ മെൻറ്റാലിറ്റിയുള്ള ഒരുത്തൻ അവൻ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വശത്തു നിന്നുള്ള ഉത്തരവാദിത്തമാണ്. അത് അവർ ആ കറക്റ്റ് സമയത്ത് ചെയ്യുക. കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ട ശേഷം നടപടി എടുക്കുന്നതിന് നല്ലത് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ കുട്ടി അതുപോലെ തന്നെ ഇവൻ വരാനുള്ള പരിസരത്തൊന്നും പോവാതിരിക്കുക മാക്സിമം. ആരെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷനിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ എവിടെയെങ്കിലും പോവുക വരികയൊക്കെ ചെയ്യുക കുറേ കാലത്തേക്ക് എങ്കിലും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൻ്റെ മാനസിക
മാനസികാവസ്ഥ അങ്ങനത്തേതാണ്, അവൻ ചെയ്യും. കാരണം സമൂഹത്തിന്റെ മുന്നിൽ അവൻ ഇങ്ങനെ നാണം കെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. വളരെ ശ്രദ്ധിക്കുക. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനും പോലീസിനും ഒക്കെ ഉള്ളതാണ്. അത് മാത്രമേ പറയാം.